പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2020 നവംബർ മാസം 27 വെള്ളിയാഴ്ച പ്രഭാതത്തിൽ നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ സർവശക്തനായ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല അവസരങ്ങൾക്കായിട്ട് നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ അത്ഭുതകരമായി കാത്തു പരിപാലിച്ചു. അതിനായിട്ട് കർത്താവിന് കരങ്ങളെ ഉയർത്തിയെന്ന് സ്തോത്രം പറഞ്ഞേ. സ്തോത്രം കർത്താവേ, സ്തോത്രം സ്തോത്രം. കഴിഞ്ഞ രാത്രി ഞങ്ങൾക്ക് നല്ല ഉറക്കം തന്നതിനായിട്ട് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം പറയുന്നു. സ്തോത്രം പിതാവേ, സ്തോത്രം സ്തോത്രം സ്തോത്രം. ആമേൻ. ഈ പ്രഭാതം ഞങ്ങളെ ഉണർത്തിയിരിക്കുന്ന കർത്താവിൻ്റെ വിശ്വസ്തതയ്ക്കായി സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം അങ്ങ് ഞങ്ങളെ ജയകരമായി നടത്തുന്ന ദൈവകൃപയ്ക്കായിട്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു, സ്തോത്രം പറയുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവെ. അങ്ങയുടെ വലിയ നാമത്തെ ഞങ്ങൾ ഉയർത്തുന്ന കർത്താവെ. അങ്ങ് ആരിലും ഉന്നതൻ, അങ്ങ് സർവശക്തൻ, അങ്ങ് സർവ്വവല്ലഭനാകിയാൽ സ്തോത്രം. ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. എല്ലാവരും അല്പസമയം കൂടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഈ പ്രഭാതി കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ സർവശക്തൻ ഒരുക്കുന്ന അവസരമല്ലേ. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യും. സങ്കീർത്തനങ്ങൾ 34 ദാവീദ് ഇങ്ങനെ പറഞ്ഞു: ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. അവൻ ഞാൻ എൻ്റെ എല്ലാ കാലത്തിൽ നിന്ന് പറഞ്ഞാൽ എല്ലാ സീസണുകളിലും, അത് സന്തോഷത്തിൻ്റെ സമയമായാലും ദുഃഖത്തിൻ്റെയോ കുരുകളുടെ സമയമായാലും താഴ്വരകളുടെ സമയമായാലും ഏത് നിമിഷങ്ങളായാലും ഏത് സമയങ്ങളായാലും ഞാൻ എന്ത് ചെയ്യും? ഞാൻ എൻ്റെ കർത്താവിനെ വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. കർത്താവിനെക്കുറിച്ചുള്ള സ്തുതി, കർത്താവിനെ ആരാധിക്കുന്ന എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. കരങ്ങളെ ഉയർത്തി ഒന്നുകൂടെ സ്തോത്രം പറഞ്ഞ്, എൻ്റെ ഉള്ള യഹോവയിൽ പ്രശംസിക്കുന്നു, എളിയവർ അത് കേട്ട് സന്തോഷിക്കുന്നു. ആമേൻ. എന്നോട് ചേർന്ന് യഹോവയെ മഹിമപ്പെടുത്തുവീൻ, നാം ഒന്നിച്ച് അവൻ്റെ നാമത്തെ ഉയർത്തുക. ഇന്ന് പ്രഭാതത്തിലും പരിശുദ്ധാത്മാവ് പറയുക, നമുക്ക് ഒരുമിച്ച് അവൻ്റെ നാമത്തെ ഉയർത്താം. ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളി, എൻ്റെ സകല ഭയങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു. ഇന്ന് പകൽക്കാലം നിങ്ങൾ എന്ത് ഭയത്തിലിരിക്കുന്നോ ആ ഭയത്തിൽ നിന്ന് വിടുവിപ്പാൻ കഴിവുള്ള യേശുവിനെ ഈ പ്രഭാതത്തിൽ ആരാധിക്കുന്നു. അതുകൊണ്ട് സന്തോഷത്തോടെ ആരാധിച്ചാട്ടെ. അവൻ നമ്മുടെ സകല ഭയങ്ങളിൽ നിന്നും, യെസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്, എല്ലാ ഭയങ്ങളും മാറട്ടെ. സകല ഭയങ്ങളിൽ നിന്നും വിടുവിക്കുന്ന കർത്താവ്. അവങ്കിലേക്ക് നോക്കിയോ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല. ഈ എളിയവർ നിലവിളിച്ചു, യഹോവ കേട്ടു. ആമേൻ. അവൻ്റെ സകല കഷ്ടങ്ങളിൽ നിന്നും രക്ഷിച്ചു. ആമേൻ. അപ്പം ഭയങ്ങളിൽ നിന്നും വിടുവിക്കുന്നു, കഷ്ടങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ സന്തോഷത്തോടെ ആനന്ദത്തോടെ ഈ കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. ആരും മൗനമായിരിക്കാതെ എല്ലാവരും കർത്താവിനെ സ്തോത്രം പറഞ്ഞുകൊണ്ടിരുന്നാട്ടെ. എല്ലാവരും 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 ഹല്ലേലൂയ. ആമേൻ. നിങ്ങളുടെ പ്രായം നോക്കണ്ട, നിങ്ങൾ ആരാണെന്നൊന്നും ചിന്തിക്കേണ്ട. കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ, കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ, കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായിട്ട് സ്തോത്രം. രാത്രിയിൽ തന്ന നല്ല ഉറക്കത്തിനായിട്ട് സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം സൂക്ഷിച്ചതിനായിട്ട് സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഞങ്ങളെ ഉണർത്തിയ അങ്ങയുടെ കൃപകൾക്കായി സ്തോത്രം. അപ്പാ, ഈ പകൽക്കാലം അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കും. അങ്ങ് ഞങ്ങളെ കൺമണി പോലെ സൂക്ഷിക്കുന്നതിന് സ്തോത്രം. ചിറകിൻ്റെ മറവിൽ ഞങ്ങളെ മറച്ചു പിടിക്കുന്നു. അങ്ങയുടെ വിശ്വസ്തതയ്ക്കായി സ്തോത്രം. ജയത്തോടെ നടത്തുന്ന കൃപകൾക്കായി സ്തോത്രം. അപ്പാ, ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന ഓരോ മക്കളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അപ്പാ, ഇവരെ അനുഗ്രഹിക്കണമേ, ഇവരുടെ കുടുംബജീവിതം അനുഗ്രഹിക്കണമേ, ഇവരുടെ ജോലി സ്ഥലങ്ങളെ അനുഗ്രഹിക്കണമേ, ഇവരുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, അങ്ങയുടെ നാമത്തിൽ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇവരെ ഇന്ന് അനുഗ്രഹിക്കുക. അങ്ങവരെ മാനിക്കുകയും അങ്ങവരെ ഉയർത്തുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആമേൻ. ചില വിഷയങ്ങളിൽ തല കുനിഞ്ഞിരിക്കുന്നവർ ഇന്ന് പകൽക്കാലം യേശുവിൻ്റെ നാമത്തിൽ തല ഉയർത്തിപ്പിടിക്കുന്ന പകൽക്കാലമായി മാറട്ടെ. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. ചില വിഷയങ്ങളിൽ തല കുനിഞ്ഞിരിക്കുന്നവർ ഇന്ന് പകൽക്കാലം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തല ഉയർത്തിപ്പിടിക്കുന്ന പകൽക്കാലമായി മാറട്ടെ. കർത്താവേ, അങ്ങ് അത്ഭുതങ്ങളുടെ ദൈവമാണല്ലോ. രോഗികളായിരിക്കുന്നവർക്ക് സൗഖ്യം കൊടുക്കണമേ. ഇന്ന് പകൽക്കാലം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ രോഗങ്ങളെ ഞങ്ങൾ ശാസിക്കുക. യേശുവിൻ്റെ നാമത്തിൽ രോഗത്തിൻ്റെ കെട്ടുകൾ അഴിയട്ടെ, രോഗത്തിൻ്റെ ബന്ധനങ്ങൾ അഴിയട്ടെ, രോഗശക്തികൾ യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. പൂർണ്ണ ആരോഗ്യവും പൂർണ്ണ സ്വസ്ഥതയും പൂർണ്ണ സമാധാനവും നിന്റെ കുഞ്ഞുങ്ങളുടെ മേൽ യേശുവിൻ്റെ നാമത്തിൽ വരുന്നതിനായി സ്തോത്രം. ശരീരം മൊത്തം ഉണ്ടായിരിക്കുന്ന അലർജിയുടെ അസ്വസ്ഥതകൾ, ആമേൻ, കുരുകുരാന്ന് ആ ശരീരത്തിൽ വന്നിരിക്കുന്നത്, ആമേൻ, നിറവ്യത്യാസം വന്നിരിക്കുന്നത്, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ, യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. പരിപൂർണ്ണ വിടുതൽ കൊടുത്തു കഴിഞ്ഞതിന് അങ്ങേക്ക് നന്ദി പറയുന്നു. ജോലി വിഷയത്തിൽ കർത്താവേ, സാമ്പത്തിക വിഷയത്തിലൊക്കെ ഭാരപ്പെടുന്നവരുണ്ടല്ലോ, അങ്ങ് വിടുവിക്കണമേ, അങ്ങ് അത്ഭുതം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവ്, ഇന്ന് ഫ്രൈഡേ ആണല്ലോ, മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന ആരാധനയെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു.
അനുഗ്രഹിക്കുന്നു. കർത്താവ് ചെയ്യുന്ന അത്ഭുതങ്ങൾക്ക് നന്ദി, കർത്താവ് ചെയ്യുന്ന എല്ലാ പ്രവൃത്തികൾക്കും നന്ദി. യേശുവേ, അങ്ങയുടെ കരം നീട്ടണമേ, എല്ലാ ദൈവദാസന്മാരെ അനുഗ്രഹിക്കണമേ, കർത്താവിൻ്റെ ജനത്തെ അനുഗ്രഹിക്കണമേ. ഇന്നത്തെ മീറ്റിങ്ങുകളെ അനുഗ്രഹമാക്കി, ശ്രേഷ്ഠമാക്കി, മേധരമാക്കി അങ്ങ് തീർക്കുന്ന കൃപകൾക്കായി സ്തോത്രം. അപ്പോൾ ഒരിക്കലൂടെ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും അപ്പൻ്റെ കൈകളിലേക്ക് തരിക. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അങ്ങ് ഏൽപ്പിക്കുന്നു. അങ്ങ് ഇന്ന് പകൽക്കാലം പ്രൊട്ടക്ട് ചെയ്യണം. അങ്ങ് ഈ പകൽക്കാലം സ്വസ്ഥത കൊടുക്കണം. അങ്ങ് ഈ പകൽക്കാലം സന്തോഷം കൊടുക്കണം. അങ്ങ് ഈ പകൽക്കാലം തൻ്റെ ജനത്തിന് സമാധാനം കൊടുത്ത് സന്തോഷം കൊടുത്ത് അനുഗ്രഹിക്കണം. ഞങ്ങൾ സങ്കീർത്തനത്തിൽ വായിച്ചതുപോലെ സകല ഭയങ്ങളിൽ നിന്നും വിടുവിക്കണം കർത്താവേ, സകല കഷ്ടങ്ങളിൽ നിന്നും അങ്ങ് വിടുവിക്കണം. അങ്ങ് വിടുവിക്കാമെന്ന് ഞങ്ങൾക്ക് വാക്കുണ്ടല്ലോ. അങ്ങ് വിടുവിക്കുന്നതിനായിട്ട് സ്തോത്രം. കർത്താവ് പ്രാർത്ഥന കേട്ടതിന് നന്ദി. തുടർന്ന് ഞങ്ങളോട് സംസാരിക്കാൻ പോകുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ വലിയ കൃപയും ദൈവത്തിൻ്റെ വലിയ സമാധാനം നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വർദ്ധിച്ച് 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 വരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. തുടർന്ന് നമ്മൾ ദൈവവചനം കേൾക്കാൻ പോവുക. ആ സമയത്ത് തന്നെ ഓർപ്പിക്കട്ടെ, നിങ്ങൾ ഇന്ന് മിഡിൽ ഈസ്റ്റിലുള്ളവരാണെങ്കിൽ നിങ്ങളുടെ സഭായോഗമുണ്ടെങ്കിൽ അത് മുടക്കരുത്. സഭായോഗത്തെ ഉപേക്ഷയായി വിചാരിക്കുന്നത് തെറ്റാണ്. അതുകൊണ്ട് നിശ്ചയമായിട്ടും നിങ്ങളുടെ സഭായോഗങ്ങളിൽ നിങ്ങൾ പങ്കെടുക്കണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ ഓർപ്പിക്കുകയാണ്. അവൻ ചെറിയൊരു സന്ദേശമാണ് 3 മിനിറ്റ് 4 മിനിറ്റിനുള്ളിൽ പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുക. 2 തീമോത്തിയോസിൻ്റെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യമാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. പൗലോസ് അപ്പോസ്തലൻ തൻ്റെ ആത്മീക പുത്രനായ തീമോത്തിയോസിന് എഴുതുന്ന ലേഖനമാണ്. തന്നെ ചെറുപ്പക്കാരനായ ശുശ്രൂഷകനാണ് തീമോത്തിയോസ്. അപ്പം തന്നെ എല്ലാ രീതിയിലും മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ ബലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അപ്പോസ്തലൻ തീമോത്തിയോസിൻ്റെ ലേഖനം എഴുതുന്നത്. താനായിരിക്കുന്ന സഭയിൽ, ആമേൻ, എഫേസോസിലെ സഭയിലാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ സഭയിൽ താനായിരിക്കുമ്പോൾ കാര്യങ്ങളെ എങ്ങനെ കൊണ്ടുപോകണം, എങ്ങനെ മുന്നോട്ട് പോകണം എന്നൊക്കെ ഉള്ളതിന് വേണ്ടുന്ന മാർഗനിർദ്ദേശം കൊടുക്കുന്ന ഭാഗമാണ്. എന്നാൽ ഇന്ന് പകൽക്കാലം നമ്മൾ വായിക്കാൻ പോവുകയാണ് 2 തീമോത്തി 1:12. അത് നിമിത്തം തന്നെ ഞാൻ ഇതൊക്കെയും സഹിക്കുന്നു. അപ്പോസ്തലൻ പറയുക, ഞാൻ പലതും സഹിക്കുന്നു, അത് നിമിത്തം ഞാനിതൊക്കെയും സഹിക്കുന്നു, എങ്കിലും ലജ്ജിക്കുന്നില്ല. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തെ പ്രതി എന്തൊക്കെ സഹിക്കേണ്ട വന്നാലും ലജ്ജിക്കുവാൻ കർത്താവ് അനുവദിക്കത്തില്ല. അതുകൊണ്ട് ലജ്ജിക്കേണ്ട ആവശ്യമില്ല. എന്ത് വിഷയമാണെങ്കിലും യേശു ക്രിസ്തുവിൻ്റെ നാമത്തെ പ്രതിയാണോ ധൈര്യമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ആമേൻ, സ്തോത്രം. അത് ആ യേശു ക്രിസ്തുവിനെ അറിഞ്ഞതിൻ്റെ പേരിലോ, യേശു ക്രിസ്തുവിനെ സ്നേഹിക്കുന്നതിൻ്റെ പേരിലോ, യേശുവിനെ ആരാധിക്കുന്നതിൻ്റെ പേരിലോ, യേശുവുമായുള്ള ബന്ധത്തിൻ്റെ പേരിലോ എന്തൊക്കെ നഷ്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നാലും, ഏതൊക്കെ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകേണ്ട വന്നാലും, ഡോണ്ട് വറി, നിശ്ചയമായിട്ടും പ്രതിഫലം, റിവാർഡ് കർത്താവ് നമുക്ക് തരുന്ന ദൈവമാണ്. അതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് ലജ്ജിക്കേണ്ട. നമ്മൾ ലജ്ജിച്ചു പോകാൻ കർത്താവ് അനുവദിക്കുന്നില്ല. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. നല്ല ബോധ്യത്തിലല്ലേ പറഞ്ഞു, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു. ഇന്ന് പകൽക്കാലം നമുക്കൊരു ബോധ്യമാണ്, ഞാൻ ആരെ ആശ്രയിക്കുന്നു, ഞാൻ ആരെയാ വിശ്വസിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ വിശ്വസിച്ചിരിക്കുന്ന ആരെയാണ്? ഞാൻ വിശ്വസിച്ചിരിക്കുന്നത് ഒരു വെറും മനുഷ്യനെയല്ല. ഞാൻ വിശ്വസിച്ചിരിക്കുന്നത് ആമേൻ സർവശക്തനായ കർത്താവിനെ, ഏതവസ്ഥയ്ക്ക് മാറ്റം തരുവാൻ കഴിവുള്ള കർത്താവിനെ, ഏത് സാഹചര്യത്തിൽ നിന്നും വിടുവിപ്പാൻ കഴിവുള്ള ശക്തനായ ദൈവത്തെയാണ് ഞാൻ വിശ്വസിക്കുന്ന. ജീവിക്കുന്ന ദൈവത്തെയാണ്. ഏത് സമയത്തും ഇറങ്ങി വരുന്ന കർത്താവിനെയാണ്. ഏത് സമയത്തും എൻ്റെ കൂടെയുള്ളവനെയാണ്. ഏത് സമയത്തും തൻ്റെ കൈ നീട്ടി എന്നെ പിടിക്കുന്നവനെയാണ് ഞാൻ വിശ്വസിച്ചിരിക്കുന്നത്. ഇന്ന് പകൽക്കാലം പ്രിയപ്പെട്ടവരെ, നമുക്ക് നല്ല ബോധ്യം വേണം. ഞാൻ ആരെയാണ് വിശ്വസിക്കുന്നത്, ഞാൻ ആരെയാണ് ആരാധിക്കുന്നത്, ഞാൻ ആരെയോടായി പ്രാർത്ഥിക്കുന്നത് എന്ന വലിയ തിരിച്ചറിവ് നമുക്കുണ്ടാണ്. പലർക്കും അതില്ല. പലർക്കും ആ കർത്താവിൻ്റെ ആ മഹത്വത്തെ അറിയാതെ, അല്ലെങ്കിൽ ആരെ വിശ്വസിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ആരിൽ ഞാൻ ആശ്രയിച്ചിരിക്കുന്നു, ഞാൻ ആരോടാ പ്രാർത്ഥിക്കുന്നു, വലിയ തികഞ്ഞ ബോധ്യമൊന്നുമില്ല. അങ്ങ് പ്രാർത്ഥിക്കുന്നു യേശു എന്ന് വിളിച്ച്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കിക്കൂ, യേശു എന്ന് വിളിച്ചാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ പ്രിയപ്പെട്ടവരെ, തിരുവചനം പറയുന്നു, അവൻ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ മതിയായവൻ. ഏത് പ്രശ്നത്തിലായിക്കോട്ടെ, ഏത് വിഷയത്തിലായിക്കോട്ടെ, ഏത് പ്രതിസന്ധിയിലായിക്കോട്ടെ, ഏതവസ്ഥയിൽ കിടക്കുന്നവരായിക്കോട്ടെ, അവൻ പൂർണ്ണമായി, പരിപൂർണമായി, സമ്പൂർണമായി രക്ഷിപ്പാൻ ആ യേശു മതിയായവനാണ്. അതുകൊണ്ട് ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. നമുക്കൊരു ബോധം വേണം. ഏത് പ്രശ്നത്തിന് നടുവിലും, ഏത് പ്രയാസത്തിന് നടുവിലും നിൽക്കുമ്പോൾ പറഞ്ഞു, എനിക്കറിയാം കുഞ്ഞ്, ഞാൻ ആരെയാണ് വിശ്വസിച്ചിരിക്കുന്നത്. എൻ്റെ യേശുവിനെയാണ് ഞാൻ വിശ്വസിച്ചിരിക്കുന്നത്. അവന് വിടുവിപ്പാൻ കഴിവുള്ളവനാണ്. അവൻ എന്നെ രക്ഷിപ്പാൻ കഴിവുള്ളവനാണ്. അവൻ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നവനാണ്. ഇന്നും പിതാവിൻ്റെ വലത്തുഭാഗത്ത് എനിക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നവൻ. ഞാൻ അവനെ വിശ്വസിച്ചിരിക്കുന്നു. എനിക്ക് നല്ല ബോധ്യമുണ്ട്.
ഹല്ലേലൂയ, സ്തോത്രം. അവൻ എൻ്റെ ഉപനിധി. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു? അവൻ തന്നെ എൻ്റെ ഉപനിധി. ഹല്ലേലൂയ. ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഉറച്ചിരിക്കുന്നു. ഏത്? ഞാൻ ആ മഹത്വം വെളിപ്പെട്ട് വരുന്ന ആ ദിവസം വരെ, യേശുവിനെ മുഖാമുഖം കാണുന്ന ആ ദിവസം വരെ എന്നെ സൂക്ഷിപ്പാൻ എൻ്റെ യേശു മതിയായവനാ, അല്ലെങ്കിൽ എന്നിൽ വസിക്കുന്ന ക്രിസ്തു മതിയായവനാ. അപ്പോൾ അവനാ എൻ്റെ ഉപനിധി. ആ ദിവസം വരെ, ഏത് ദിവസമാണ്? ഞാൻ മുഖാമുഖം കാണുന്ന ദിവസം വരെ. അതാണ് യൂദായുടെ ലേഖനം പറയുന്നത്, വീഴാതെ വണ്ണം നമ്മളെ നിർത്തുവാൻ. അതെ, ഈ ജീവിതമാകുന്ന നൗകയിൽ നമ്മൾ ഈ ലോകത്തുമാകുന്ന സാഗരത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ, കാറ്റുകളും കോളുകളും തിരമാലകളും നമുക്ക് നേരെ പൊങ്ങി ആഞ്ഞടിക്കുമ്പോൾ, ഹല്ലേലൂയ, അതിനകത്ത് വീണു പോകാതെ, മുങ്ങിപ്പോകാതെ, തളർന്നു പോകാതെ, നിരാശപ്പെട്ടു പോകാതെ, പിന്മാറിപ്പോകാതെ, അവിടെ എത്തുവോളം എന്നെ സൂക്ഷിപ്പാൻ അവൻ മതിയായവനാ. ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് ഹല്ലേലൂയ പറയാൻ കഴിയും? എത്ര പേർക്ക് സ്തോത്രം പറയാൻ കഴിയും? ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്താൻ കഴിയും? പ്രിയ ദൈവവേദലേ, വിശ്വസിച്ചാട്ടെ. ഏത് പ്രയാസത്തിൽ നടുവിൽ കൂടെ പോകുന്ന വ്യക്തി ആയിക്കോട്ടെ, ഏത് പ്രശ്നത്തിൽ നടുവിൽ കൂടെ പോകുന്ന വ്യക്തി ആയിക്കോട്ടെ, അവൻ മതിയായവനാണ്. നിങ്ങളെ അവിടെ എത്തിക്കുവാൻ, അവിടെ നിർത്തുവാൻ, അവിടെ എത്തിക്കുവാൻ അവൻ മതിയായ ദൈവമാണ്. അതുകൊണ്ട് ധൈര്യമായിട്ട്, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു, അവൻ എൻ്റെ ഉപനിധി, എന്നെ അവിടെ എത്തിക്കുവാൻ അവൻ മതിയായവൻ. അതുകൊണ്ട് ധൈര്യമായിട്ട് കർത്താവിനെ സ്തോത്രം പറഞ്ഞാണ്ട്, സന്തോഷമായിട്ട് സ്തോത്രം പറഞ്ഞാണ്ട്, ഏത് പ്രശ്നത്തിന് നടുവിലും, ഏത് പ്രയാസം, ഇങ്ങോട്ട് നോക്കിയേ, ഞാൻ പറയുന്നത് കേട്ടെ, ഏത് പ്രശ്നത്തിന് നടുവിലും, ഏത് പ്രയാസം നടുവിലും, ഏത് ബുദ്ധിമുട്ടിന് നടുവിലും ധൈര്യത്തോടെ കൈ ഉയർത്തിയിട്ട് പറഞ്ഞു, എനിക്കെൻ്റെ യേശുവുണ്ട്, എനിക്കെൻ്റെ യേശുവുണ്ട്, എനിക്കെൻ്റെ യേശുവുണ്ട്. എന്നിട്ട് പറഞ്ഞു, എനിക്കെൻ്റെ യേശു മതി, എനിക്കെൻ്റെ യേശു മതി, എനിക്കെൻ്റെ യേശു മതി. യേശുവിൻ്റെ കൂടെ വേറെ ഒന്നും നമുക്ക് വേണ്ട, യേശു മതി നമുക്ക്. ഹല്ലേലൂയ, എനിക്ക് യേശു മതി എന്ന് പറയണം. എല്ലാത്തിൻ്റെയും നടുവിൽ നിൽക്കുമ്പോൾ ഇതിൽ നിന്ന് വിടുവിപ്പാൻ, ഇതിൽ നിന്ന് രക്ഷിപ്പാൻ, ഇതിൽ നിന്നും വിടുവിപ്പാൻ എൻ്റെ യേശു മതിയായവനാ. സോ എനിക്കെൻ്റെ യേശു മതി എന്ന് പറയാൻ പഠിക്കണം കേട്ടോ. അതുകൊണ്ട് ധൈര്യമായിട്ട് മുന്നേറിക്കോ. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യും. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടും. ധൈര്യമായിട്ട് മുന്നേറിയാട്ട് എനിക്കെൻ്റെ യേശു മതിയെന്ന് ധൈര്യത്തോടെ പറയാൻ ഈ ദിവസങ്ങളിൽ ഉറപ്പ് വേണം. അവൻ ആരാണെന്നുള്ള തിരിച്ചറിവ് വരുമ്പോൾ പറയും, മതി, എനിക്കെൻ്റെ യേശു മതി. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വി ആർ ഷൈനിങ്, വി ആർ ഷൈനിങ്, വി ആർ ഷൈനിങ് ബൈ ദ പവർ ഓഫ് ഹോളി സ്പിരിറ്റ്. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു. എനിക്കെൻ്റെ യേശു മതി. ഹല്ലേലൂയ, യേശു മാത്രം മതി. താങ്ക് യു ജീസസ്.